ഹായ് ഓൾ. കേരള യൂണിവേഴ്സിറ്റി FIGP തേർഡ് സെമസ്റ്ററിലെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്ന DSc പേപ്പറാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ മൊഡ്യൂൾ 1 ഓൾഡ് ഇംഗ്ലീഷിൻ്റെ 1, 2, 3 യൂണിറ്റുകൾ ഒന്നും രണ്ടും യൂണിറ്റ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ലാംഗ്വേജ് ഫാമിലീസും ഗ്രിംസ് ലോ, വെർണേഴ്സ് ലോ, ഉംലോട്ട്, അബ്ലോട്ടൊക്കെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, ഡയലക്ട്സ് ഓഫ് ഓൾഡ് ഇംഗ്ലീഷ്, കെൽറ്റിക്, ലാറ്റിൻ ആൻഡ് സ്കാൻഡിനേവിയൻ ഇൻഫ്ലുവൻസസ്. ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. നിങ്ങളുടെ കോർ പേപ്പറായിട്ട് പഠിക്കുന്ന ആംഗ്ലോ സാക്സൺസ് പേപ്പറിലെ ആദ്യത്തെ മൊഡ്യൂൾ ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മൊഡ്യൂൾ നോക്കിയിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കുറച്ചും കൂടി എളുപ്പം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ് അബ്ലോട്ട് അഥവാ വവൽ ഗ്രഡേഷൻ. സോ അബ്ലോട്ട്, വവൽ ഗ്രഡേഷൻ. Ablaut is a vowel change in the root of a word that changes its meaning or grammatical function. It's one of the oldest and most common patterns in language. അബ്ലോട്ട് ഇത്രയും നേരം നമ്മൾ കോൺസണൻസിനെ പറ്റിയിട്ടാണ് ഗ്രിംസ് ലോയിലും വെർണേഴ്സ് ലോയിലും പറഞ്ഞത്. ഇനി വവൽ സൗണ്ട്സിന് വരുന്ന മാറ്റത്തിനെ പറ്റിയിട്ടാണ് അബ്ലോട്ടിൽ പറയുന്നത്. ദിസ് എ ചേഞ്ച് ഇൻ ദ റൂട്ട് ഓഫ് എ വേർഡ് ദാറ്റ് ചേഞ്ചസ് ഇൻ മീനിങ് ഓർ ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷൻ. ഒരു വാക്കിൻ്റെ അതിൻ്റെ റൂട്ട് വേർഡ് ഉണ്ടാവും. സോ ഇപ്പോൾ വാക്ഡ് എന്ന് പറയുന്നതിൻ്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് വാക്കാണ്. അതിൻ്റെ കൂടെ ഈടി ചേർത്ത് നമ്മൾ അടുത്തൊരു വേർഡ് ഉണ്ടാക്കി. സോ റൂട്ട് വേർഡിൽ വവലിനുണ്ടാവുന്ന ഒരു ചേഞ്ച് കാരണം ആ വാക്കിന് വരുന്ന മീനിങ്ങിനോ ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷനോ വരുന്ന വ്യത്യാസത്തിനെയാണ് അബ്ലോട്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കാണുമ്പോഴത്തേക്കും കൃത്യമായിട്ടത് മനസ്സിലാവും. ഇനി ഇതാണ് ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് പാറ്റേൺ എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിക്കേ, I sing a song, I sang a song, I have sung a song. സോ സിങ്, സാങ്, സങ്. ഇതിനകത്ത് ആരാണ് എന്താ സംഭവിച്ചത്? പ്രസൻറ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഈ 3 രീതിയിലും നമുക്ക് റൂട്ട് വേർഡായിട്ടുള്ള സിങ്ങിനെ അല്ലെങ്കിൽ സിങ്ങിനെ മാറ്റാൻ പറ്റി. ഏത് മാത്രമാണ് മാറ്റിയത്? വവൽസിനെ. എ ആക്കി മാറ്റി, എ യു ആക്കി മാറ്റി. അവിടുത്തെ കോൺസണൻസ് ഔട്ടായിട്ടുള്ള സ്, ന്, ങ് എന്ന് പറയുന്നതിന് മാറ്റമേ ഇല്ല. ഈ ഒരു ഷിഫ്റ്റിനെയാണ് അബ്ലൗട്ട് എന്ന് പറയുന്നത്. മറ്റൊന്നുമില്ല, ഒരു റൂട്ട് വേർഡിനകത്തുള്ള വവലിന്, ഒരു വവലിന് ഇപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ ഓർഡർ വരിക. എ ആക്കി മാറ്റുക, എ യു ആക്കി മാറ്റുക. അപ്പോൾ സിങ്ങിനെ ഐ മാറ്റി എ ആക്കുമ്പോഴത്തേക്കും സാങ് എന്ന് പറയുന്ന പാസ്റ്റ് കിട്ടുന്നു. ആ എയെ തന്നെ മാറ്റി യു ആക്കുമ്പോഴത്തേക്കും സങ് എന്നുള്ള പാസ്റ്റ് പാർട്ടിസിപ്പിൾ കിട്ടുന്നു. ഇതിനെയാണ് അബ്ലൗട്ട് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ഒരു വാക്കിനകത്തുള്ള റൂട്ട് വേർഡിനകത്തുള്ള വവൽ സൗണ്ട്സിനെ മാറ്റി മീനിങ്ങിനെയും ടെൻസിനെയും മാറ്റുന്നതിനെയാണ് അബ്ലോട്ട് അഥവാ ഗ്രഡേഷൻ, വവൽ ഗ്രഡേഷൻ എന്ന് പറയുന്നത്. സോ വളരെ ആൻഷ്യൻ്റ് ആയിട്ട് പറയുന്നൊരു സാധനമാണ് അബ്ലോട്ട്. ഇംഗ്ലീഷിലാവട്ടെ, ലാറ്റിനിലാവട്ടെ, ഗ്രീക്കിലും സാൻസ്ക്രിറ്റിലും ഒക്കെ ഉണ്ട്. ഇറ്റ്സ് ബിൽറ്റ് ഇൻ ടു ദ DNA ഓഫ് ദിസ് ലാംഗ്വേജസ്. ലാംഗ്വേജിൻ്റെ DNA ഉള്ളിൽ തന്നെ ഈ ഒരു അബ്ലോട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദി ഇറഗുലർ വേർഡ്സ്. നമ്മൾ കാണുന്ന ഈ സിങ്, സാങ്, സങ്, നമ്മൾ വാക്കിന് വാക്ഡ് എന്ന് പറയും, പക്ഷേ സിങ്ങിന് നമ്മൾ സിങ്ഡ് എന്ന് പറയത്തില്ല. ഇത്തരത്തിലുള്ള ഇറഗുലർ ആയിട്ടുള്ള എല്ലാ വേർഡ്സിനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അബ്ലൗട്ട് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റാണ്. ക്ലിയർ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഈസിയാണത്. ഇനി അടുത്തുള്ള കൺസെപ്റ്റാണ് ഉംലൗട്ട് അഥവാ ഐ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. A later change specific to Germanic where a back vowel, example A, O, U, in a root syllable was fronted, example to A, E, Y because of an I or J എന്ന് എഴുതുമെങ്കിലും U എന്നാണ് ആ സൗണ്ട് വായിക്കുക കേട്ടോ. I or U sound in the following syllable. This I, U often later disappeared or changed. ഇത് എക്സാമ്പിൾ കാണുമ്പോഴാണ് കൂടുതലും കൃത്യമായിട്ട് മനസ്സിലാവുക. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമാനിക് ഗ്രൂപ്പിന് മാത്രം സംഭവിച്ച ഒരു പ്രത്യേകതയാണ് എ, ഒ, യു എന്ന് പറയുന്ന വവൽസ് പിന്നീട് എ, ഇ, വൈ എന്ന് മാറുന്നുണ്ട്. അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാക്കിനകത്ത് ഐയുടെയോ യുയുടെയോ ഒരു സിലബിൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഐയുടെയോ യുയുടെയോ ഒരു സിലബിൾ ഉണ്ടായിരുന്നത് കൊണ്ട് എയെ നമ്മൾ എ എന്നും, ഒയെ നമ്മൾ ഇ എന്നും, യുവിനെ നമ്മൾ വൈ വരുന്ന രീതിയിലും ഉച്ചരിക്കാൻ തുടങ്ങി. ഇതിന് കാരണം ആ വാക്കിനകത്ത് ഒരു ഐ അല്ലെങ്കിൽ യു സൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗണ്ടിനെയൊക്കെ മാറ്റിയെങ്കിലും ഐയും യുവും പിന്നീട് ഡിസപ്പിയർ ചെയ്ത് പോയി. ഇതിൻ്റെ ഒരു ഉദാഹരണം കാണുമ്പോൾ മനസ്സിലാവും. ഇതും ഇറഗുലർ ആയിട്ടുള്ളൊരു വേർഡ്സിന് ഉദാഹരണമാണ്.
ഇവിടെ ഈ എക്സാമ്പിൾ നോക്കിയിട്ട് പോകുമ്പോഴേക്കും കൃത്യമായിട്ട് മനസ്സിലാവുക. ഫോർട്ട് എന്ന് പറയുന്നതിൻ്റെ ഓൾഡ് ഇംഗ്ലീഷിൽ ഫോർട്ട് എന്ന് പറയുമായിരുന്നു. അതിനെ പിന്നീട് അതിൻ്റെ കൂടെ ഐയും സെഡും വന്ന് ചേർന്നു. നമ്മൾ നേരത്തെ ഐ അല്ലെങ്കിൽ യു ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, ആ ഐ ആണിത്. അപ്പോൾ ഫെറ്റിസ് എന്ന് പറയുന്ന വേർഡായി. ഓക്കെ, അപ്പോൾ ഓ മാറി അവിടെ ഇ എന്ന് പറയുന്ന സാധനം വന്നു. ഓ മാറി ഇ വന്നു പിൽക്കാലത്ത്. അപ്പോൾ ഇതിന് കാരണക്കാരാരാണ്? ഈ ഐയും ഇസഡും ആയിരുന്നു. ഈ ഐയും ഇസഡും ആണ് ഇവിടെ ഈ ഒരു മാറ്റം കൊണ്ടുവന്നത്. അപ്പോൾ ഐ ഇസഡ് വന്നപ്പോഴത്തേക്കും ഓ അതിൻ്റെ പാട്ടിന് പോവുകയും ചെയ്തു, പകരം ഇ അവിടെ കയറുകയും ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചു? ഓയെ മാറ്റി ഇ അവിടെ കൊണ്ടുവച്ചിട്ട് ഐയും ഇസഡും അതിൻ്റെ പാട്ടിന് പോയി. ഇപ്പോൾ ഫീറ്റ് മാത്രമേ ഉള്ളൂ, ഐയും ഇസഡും അവിടെ ഇല്ല. സെയിം ഹാപ്പൻ വിത്ത് ടോത്ത് എന്ന് പറയുന്ന സാധനത്തിന് ഐയും ഇസഡും വന്നപ്പോഴത്തേക്കും ഓ മാറി അവിടെ ഇ ആയി. പിന്നീട് എന്ത് സംഭവിച്ചു? ഈ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഐയും ഇസഡും അവിടെ നിന്ന് മ്യൂട്ടേറ്റഡ് ആയിട്ട് അവരവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. ടീത്ത് എന്ന് പറയുന്ന വേർഡായി. ഇനി യുവിൽ വന്ന മാറ്റം. മൂസ് എന്ന് പറയുന്നത് നമ്മൾ മൗസ് എന്ന് പറയുന്ന എലി എന്ന് പറയുന്ന ഒരു സാധനമാണ്. മൂസ്, അതിൻ്റെ കൂടെ ഐയും ഇസഡും വന്നപ്പോഴത്തേക്കും യു മാറി അവിടെ വൈ ആയി. പിന്നെ എന്ത് സംഭവിച്ചു? സ്വാഭാവികമായിട്ടും ഐയും ഇസഡും അവിടെ നിന്ന് പോയിട്ട് മൈസ് എന്നുള്ള വേർഡ് വന്നു. ഇനി നമുക്കിവിടെ നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ദി ഓൾഡ് ഇംഗ്ലീഷ് വേർഡ്, ദി ഒറിജിനൽ വേർഡ് ഫോർ മാൻ വാസ് മാൻ വിത്ത് എ ലോങ് ആ സൗണ്ട്. മാൻ എന്ന് തന്നെയായിരുന്നു മാൻ എന്നുള്ള വേർഡിൻ്റെ ഒറിജിനൽ വേർഡ് വന്നിരുന്നത്. അപ്പം അതിൻ്റെ പ്ലൂറൽ നമ്മളിപ്പോൾ ബോയ്സ് എന്ന് പറയും. അപ്പം മാനിനെ മാൻസ് എന്നല്ല പറയുക. ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത് നമുക്കറിയാം. ഇറ്റ് വാസ് ഫോംഡ് ബൈ ആഡിങ് എ സഫിക്സ് ദാറ്റ് കണ്ടെയ്ൻഡ് ആൻ IZ സൗണ്ട്, മാനിസ്. ഇപ്പം മാനിസ്, ഇപ്പം ആഹ എന്നുള്ള സൗണ്ട് മാറിയിട്ട് ആ എന്ന് പറയുന്നൊരു മാനിസ് എന്നാണ് പിന്നീട് പറയാൻ തുടങ്ങിയത്. സോ മേനിസ് എന്നായി അത്. ഈ ഐയും ഇസഡും കൂടി ചേർത്തപ്പോഴത്തേക്കും ആ സൗണ്ട് എഹ് സൗണ്ടായി മാറി. ഓക്കെ, ആ എന്നുള്ളത് എ എന്നായി മാറി, മാനിസ് എന്നായി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഐയും ഇസഡും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിൽ അങ്ങോട്ട് നശിച്ചു പോയി. ആ മേ എന്നുള്ള ഒരു സാധനം മാത്രം നിന്ന് വന്നു. പിന്നെ എന്ത് സംഭവിച്ചു? എ എന്നുള്ളതിൻ്റെ എയ്സ് എന്നുള്ളൊരു സൗണ്ട് മാറിയിട്ട് മെന്നായിട്ട് മാറി. സോ ഇപ്പം മ്യൂട്ടേഷനിൽ മനസ്സിലാക്കേണ്ട കാര്യം, പണ്ട് ആ എന്ന് പറയുന്ന സാധനങ്ങളുടെ കൂടെ ഐയും ഇസഡും പ്ലൂറലാണെന്ന് മാർക്ക് ചെയ്യാൻ കയറിയിരുന്നു. ഐയുടെയും ഇസഡിൻ്റെയും കൂടെ ആ ഒത്തുപോയില്ല, പകരം അവിടെ ആര് വരാൻ തുടങ്ങി? എ വരാൻ തുടങ്ങി. എ അവിടെ കയറ്റിയിരുത്തി കഴിയുമ്പോഴത്തേക്കും ഐയും ഇസഡും പിന്നെ അവരങ്ങ് ഡിസപ്പിയർ ആയിപ്പോയി. അപ്പം മാൻ എന്നുള്ള വേർഡ് മെന്നായി. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ അറിയാത്ത ഒരു ടീം ഉണ്ടായിരുന്നു, ഐയും ഇസഡും. അത്രയും മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഈ ഒരു സാധനം കൂടി ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മ്യൂട്ടേഷൻ തെറ്റിപ്പോത്തില്ല. ഓക്കെ, ഗ്രഡേഷനിൽ മാറ്റം വരും. മ്യൂട്ടേഷനിൽ ഉണ്ടായിരുന്ന ഐയും ഇസഡും മ്യൂട്ടേറ്റഡ് ആയിട്ട് ഡിസപ്പിയർ ചെയ്ത് പോകും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും കൂടി ഒന്നിച്ച് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം, ഉംലൗട്ടും അബ്ലൗട്ടും. ഇനി ഇതിന് നമ്മുടെ മ്യൂട്ടേഷന് വവൽ ഹാർമണി എന്ന് അറിയപ്പെടാറുണ്ട്. ഈ മൊഡ്യൂളിൽ നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളതാണ് ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. സോ ഓൾഡ് ഇംഗ്ലീഷ് ഒരു പീരീഡിൽ നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആംഗ്ലോ സാക്സണിൻ്റെ മൊഡ്യൂൾ 1 പറയുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. അപ്പോഴേക്കും ആ ഒരു സമയത്ത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലായി കിട്ടും. The language of Germanic tribes who invaded Britain from the 5th century onwards. A synthetic or inflected language meaning grammatical relationships are shown by adding inflections to words, not by rigid word order. സോ ആദ്യമായിട്ട് എങ്ങനെയാണ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ് ഈ സ്ഥലത്തേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ ജർമാനിക് ട്രൈബ്സ് ആയിട്ടുള്ള ആംഗിൾസും സാക്സൺസും ജൂഡ്സും എല്ലാം ബ്രിട്ടനിൽ വന്ന് അവിടെ ഉണ്ടായിരുന്ന ജർമാനിക് ട്രൈബ്സിനെ അങ്ങോട്ട് മാറ്റി, അവിടെ ഉണ്ടായിരുന്ന ബ്രൈത്തോൺസിനെ മാറ്റിയിട്ട് ബ്രിട്ടനിൽ ഈ ജർമാനിക് ട്രൈബ്സ് താമസിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ജർമാനിക് ബ്രാഞ്ചിലുള്ള ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ അവിടെ എത്തുന്നത്. ഈ ഭാഷയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഗ്രാമാറ്റിക് റിലേഷൻഷിപ്സ് ഇവർക്കുണ്ടായിരുന്നു. സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, പൊസഷൻ, ടെൻസ്, ഇതെല്ലാം ഇവരാണ് ഈ പറയപ്പെടുന്ന ബ്രിട്ടനിലോട്ട് എത്തിക്കുന്നത്. ആർ ഷോൺ ബൈ ആഡിങ് ഇൻഫ്ലെക്ഷൻസ്. സോ ഓരോ വേർഡിൻ്റെയും എൻഡിൽ വരുന്ന വാക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ എൻഡിൽ വരുന്ന അക്ഷരങ്ങൾ കാണുമ്പോഴാണ് ഇത് സബ്ജക്റ്റ് ആണോ, ഇത് ഒബ്ജക്റ്റ് ആണോ, ഇതിൻ്റെ ടെൻസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് വേർഡ് ഓർഡർ വെച്ചിട്ടല്ല. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് വേർഡ് ഓർഡർ കാണുമ്പോഴത്തേക്കും ആദ്യം വരുന്നത് സബ്ജക്റ്റ് ആയിരിക്കും, പിന്നീട് വരുന്നത് ഒബ്ജക്റ്റ് ആയിരിക്കും,
എന്തെങ്കിലും ജോലിയെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു ക്രിയയെ സൂചിപ്പിക്കുന്നത് വെർബായിരിക്കും. ഇങ്ങനത്തെ ഒരു ഓർഡറിലല്ല ഇവരിത് ചിന്തിച്ചിരുന്നത്. ആ വാക്കിൻ്റെ അവസാനത്തിലുള്ള അക്ഷരങ്ങൾ വെച്ചിട്ടാണ് ഇവരിത്തരം കാര്യങ്ങൾ കണക്ക് കൂട്ടിയിരുന്നത്. ഇനി കുറച്ച് ഓർക്കേണ്ട ഗ്രാമാറ്റിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. നൗണിന് ജെൻഡേഴ്സ് ഉണ്ടായിരുന്നു, അതായത് സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം, ഇങ്ങനെ നൗൺസിന് ജെൻഡർ നോക്കിയാണ് തീരുമാനിച്ചിരുന്നത്. പിന്നെ നമ്പറിനെയും സിംഗുലറെന്നും പ്ലൂറലെന്നും തിരിച്ചിരുന്നു, അല്ലാണ്ട് കറക്റ്റ് ഒരു നമ്പർ ബേസിലല്ല. നമ്പേഴ്സിനെ പോലും സിംഗുലറും പ്ലൂറലുമായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. കേസസ് നമ്മളിപ്പോൾ പറയുന്ന പോലെ തന്നെ നോമിനേറ്റീവ്, അക്യുസേറ്റീവ്, ജനറ്റീവ്, ഡേറ്റീവ്, ഇൻസ്ട്രുമെൻ്റൽ, ഇങ്ങനെ കേസസ് അന്ന് മുതലേ തന്നെ, ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് മുതലേ തന്നെ നിലവിലുണ്ടായിരുന്നു. ഉദാഹരണം, സ്റ്റാൻ എന്ന് പറയുന്നത് സ്റ്റോൺ എന്ന് പറയുന്ന വേർഡിൻ്റെ മാസ്കുലിൻ ഫോമാണ്. നോമിനേറ്റീവ് പ്ലൂറൽ ആകുമ്പോഴത്തേക്കും, അതായത് സ്റ്റാൻ എന്ന് പറയുന്നത് സ്റ്റോണിന് സ്റ്റോൺസ് എന്നല്ല സ്റ്റെനാസ്, ബട്ട് ദി ഡേറ്റീവ് പ്ലൂറൽ വാസ് സ്റ്റാനം. സോ ഇങ്ങനെ ഓരോന്ന് മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു ആ ഒരു ഓൾഡ് ഇംഗ്ലീഷ്. ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. മനസ്സിലാക്കി വെക്കേണ്ടത് ഈ എക്സാമ്പിൾ ജസ്റ്റ് അവിടെ ഇട്ടേക്കുന്നതാണ്. ബാക്കി പറഞ്ഞ കാര്യങ്ങൾ, ജെൻഡേഴ്സ് ഉണ്ടായിരുന്നു, കേസസ് ഉണ്ടായിരുന്നു, ഈ 2 കാര്യം ഓർത്ത് വയ്ക്കുക. പിന്നെ അഡ്ജക്റ്റീവ്സ് ഹാഡ് ടു അഗ്രി വിത്ത് ദി നൗൺ ദേ മോഡിഫൈ ഇൻ കേസ്, നമ്പർ ആൻഡ് ജെൻഡർ. ദേ ഹാഡ് സെപ്പറേറ്റ് സ്ട്രോങ് ആൻഡ് വീക്ക് ഡിക്ലൻഷൻസ്. അഡ്ജക്റ്റീവ്സും കൃത്യമായിട്ടുണ്ടായിരുന്നു. നൗണിനെ മോഡിഫൈ ചെയ്യുന്ന അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ആ സമയം മുതലേ നിലവിലുണ്ടായിരുന്നു. പിന്നെയോ വെർബുകൾ തന്നെ സ്ട്രോങ് വെർബെന്നും വീക്ക് വെർബെന്നും ഉള്ളൊരു ഡിസ്റ്റിങ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വെർബ് നോക്കുകയാണെങ്കിൽ വെർബിന് വരുന്ന വ്യത്യാസം, കോൺജുഗേറ്റഡ് ഫോർ പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ ഒരു വെർബായിരിക്കും, സെക്കൻഡ് പേഴ്സൺ മറ്റൊരു രീതിയിലായിരിക്കും ആ വെർബിനെ നമ്മൾ പറയേണ്ടി വരിക. തേർഡ് പേഴ്സണിലേക്ക് എത്തുമ്പോൾ വേറെ രീതിയിൽ. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പേഴ്സൺ ഐ ആം റണ്ണിങ്, ഷീ ഈസ് റണ്ണിങ്, സീത വാസ് റണ്ണിങ്. റണ്ണിങ് എന്നുള്ളതിന് മാറ്റമൊന്നും പറഞ്ഞില്ല. പക്ഷേ ആ സമയത്ത് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിലാണെങ്കിൽ മൂന്ന് രീതിയിൽ പറയേണ്ടി വന്നേനെ. വെർബ് 2 ടൈപ്പിലുണ്ടായിരുന്നു, സ്ട്രോങ് വെർബെന്നും വീക്ക് വെർബെന്നും. സ്ട്രോങ് വെർബിന് 3 രീതിയിൽ, അബ്ലോട്ട് രീതിയാണ്. ഇപ്പോൾ ഡ്രിഫാൻ, ഡ്രാഫ്, ഡ്രിഫൻ, ഇങ്ങനെ 3 രീതിയിൽ 3 വ്യത്യസ്ത വെർബുകൾ പറയുന്നതിനാണ് സ്ട്രോങ് ഫോം എന്ന് പറയുക. ഇനി വീക്ക് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ED ചേർത്ത് പറയുന്ന പോലെ ലഫിയൻ, ലുഫോഡെ, ഗ്ലുഫോൾട്ട്, ഇങ്ങനെയൊക്കെ വരുന്ന സാധനങ്ങളാണ് വീക്ക് വെർബ്. സഫിക്സസ് ഇട്ട്, ഇപ്പോൾ വാക്ക്ഡ് എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ വീക്ക് വെർബാണ്. സിങ്, സങ് എന്ന് പറയുന്നത് സ്ട്രോങ് വെർബാണ്. ക്ലിയർ ആണോ? അത് അവസാനം ചേർത്ത് ED പോലെയുള്ള കാര്യങ്ങൾ ചേർക്കുന്നത് വീക്ക് വെർബായിട്ടും, പകരം വേർഡിനകത്തൊരു സാധനം മാറ്റുന്നതിനെ സ്ട്രോങ് വെർബായിട്ടും കണക്കാക്കി വന്നിരുന്നു. ഇനി ഓൾഡ് ഇംഗ്ലീഷിലെ ഡയലക്ട്സ് നോക്കാം. ദി ലാംഗ്വേജ് സ്പോക്കൺ ഇൻ ദി ഡിഫറെൻറ്റ് ആംഗ്ലോ സാക്സൺ കിങ്ഡംസ് ഡെവലപ്പ് ഇൻ ടു 4 ഡിസ്റ്റിങ്ക്റ്റ് ഡയലക്ട്സ്. നോർത്തംബ്രിയൻ, ഇപ്പോൾ 4 ഡിഫറെൻറ്റ് ഡയലക്റ്റിലാണ് ഈ ഒരു ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ചിരുന്നത്. ഒരേ ഭാഷേനെ തന്നെ 4 രീതിയിൽ സംസാരിക്കുന്നതിനാണ് 4 ഡയലക്റ്റായിട്ട് മാറുക. അപ്പോൾ അങ്ങനെ 4 എണ്ണമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് നോർത്തംബ്രിയൻ. ഇതെവിടെയാണ് യൂസ് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹംബർ നദീതീരത്ത്, ഹംബറിൻ്റെ നോർത്ത് വശത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന ഡയലക്റ്റാണ് നോർത്തംബ്രിയൻ ഡയലക്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ആൻ ഏർലി സെൻറ്റർ ഓഫ് ലേണിംഗ് ആൻഡ് കൾച്ചർ, വളരെ സംസ്കാരത്തിൻ്റെ ഒരു ഉൽപ്പത്തി എന്ന് പറയുന്നൊരു സ്ഥലമായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാൻ പറ്റും. കേറ്റ്മൺ എന്ന് പറയുന്നൊരു ഓഥർ, ഇപ്പോൾ നമ്മുടെ ആംഗ്ലോ സാക്സൺ പേപ്പർ പഠിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ അതിനകത്ത് ഈ ഒരു ഓഥറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹിംസൊക്കെ, അദ്ദേഹത്തിൻ്റെ സ്തുതിഗീതങ്ങളൊക്കെ നോർത്തംബ്രിയൻ ഡയലക്റ്റിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അടുത്ത ഡയലക്റ്റാണ് മേർഷ്യൻ ഡയലക്റ്റ്. ഇറ്റ് ഈസ് സ്പോക്കൺ ഇൻ ദ മിഡ്ലാൻഡ്സ്, ഇൻഫ്ലുവൻഷ്യൽ ബട്ട് ലെസ് ടെക്സ്ച്വലി അറ്റസ്റ്റഡ്. മിഡ്ലാൻഡ്സിൽ ഒരു നടുക്ക് വരുന്നൊരു സമതലങ്ങളിലാണ് ഈ ഒരു ഭാഷ സംസാരിച്ചിരുന്നത്. ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു, പക്ഷേ ഈ ഒരു ഭാഷയിൽ അധികം ടെക്സ്റ്റോ കാര്യങ്ങളോ ഒന്നും എഴുതപ്പെട്ടിട്ടില്ല. അടുത്ത ഡയലക്റ്റാണ് കെൻഡിഷ്. ഇറ്റ് ഈസ് സ്പോക്കൺ ഇൻ ദ സൗത്ത് ഈസ്റ്റ് ബൈ ദി ജൂട്ട്സ്. ജൂട്ടുകാരാണ്, അഥവാ ജൂതന്മാർ എന്ന് പറയുന്ന ഒരു ടീമാണ് ഈ ഒരു ഭാഷ സംസാരിച്ചത്, കെൻഡിഷ് ഭാഷ സംസാരിച്ചു പോന്നിരുന്നത്. ഇനിയുള്ളതാണ് വെസ്റ്റ് സാക്സൺ. സ്പോക്കൺ ഇൻ ദി സൗത്ത് ആൻഡ് സൗത്ത് വെസ്റ്റ്. വെസക്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു വെസ്റ്റ് സാക്സൺ ഭാഷ സംസാരിച്ചിരുന്നത്. സോ പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും വെസ്റ്റിൽ സംസാരിച്ചിരുന്നു എന്ന്. അല്ല, സൗത്തിലും സൗത്ത് വെസ്റ്റിലുമായിട്ടാണ് വെസ്റ്റ് സാക്സൺ സംസാരിച്ചിരുന്നത്. ഇറ്റ് ബിക്കെയിം ദി പ്രസ്റ്റീജ് ഡയലക്റ്റ് ആൻഡ് ദി സ്റ്റാൻഡേർഡ്
a literary language after the reign of King Alfred the Great, late 9th century, who promoted translation and education in English. Most surviving Old English literature is written in the West Saxon dialect. Again, വീണ്ടും ഞാൻ പറയുവാണ്, നമ്മുടെ ഓൾഡ് ഇംഗ്ലീഷിൻ്റെ ഭാഗം ആംഗ്ലോ സാക്സനകത്ത് ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഈ ഒരു ഡയലക്റ്റ്, വെസ്റ്റ് സാക്സൺ എന്ന് പറയുന്ന ഡയലക്റ്റ് വളരെ ഒരു ഇമ്പോർട്ടൻസ് അർഹിക്കുന്നുണ്ട്. കാരണം പിൽക്കാലത്ത് സ്റ്റാൻഡേർഡ് ലിറ്റററി ലാംഗ്വേജ് ആയിട്ട് മാറാൻ പോലും വെസ്റ്റ് സാക്സന് കഴിഞ്ഞിട്ടുണ്ട്. കിങ് ആൽഫ്രഡ് എന്ന് പറയുന്ന ആൽഫ്രഡ് ദി ഗ്രേറ്റ് ആണ് ഈ ഒരു ഭാഷയെ കൂടുതൽ, ഈ ഒരു ഡയലക്റ്റിനെ ഏറ്റവും കൂടുതൽ ഫേമസ് ആവാൻ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്തിരുന്നത്. ബൈബിൾ ട്രാൻസ്ലേഷൻ പോലും ഈ ഒരു ഭാഷയിലാണ് എഴുതിയിരുന്നത്, ഈ ഒരു ഭാഷാ വ്യതിയാനത്തിലാണ് എഴുതിയിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഷ പിന്നീട് ഇപ്പോൾ ഓൾഡ് ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് സർവൈവിങ് വർക്ക്സ് നമുക്ക് കാണാൻ പറ്റുന്നത് വെസ്റ്റ് സാക്സണിലാണ്. ഒന്നുകൂടി പറയാം, ഓൾഡ് ഇംഗ്ലീഷിന് 4 ഡയലക്ട്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്: നോർത്തംബ്രിയൻ, മേർഷ്യൻ, കെൻഡിഷ്, വെസ്റ്റ് സാക്സൺ. ഒന്നുകൂടി പറയാം, ഡയലക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭൂവിഭാഗത്തിൽ, ഒരു പ്രത്യേക ജോഗ്രഫിക്കൽ ഏരിയയിൽ ഏത് ഭാഷയാണോ സംസാരിക്കുന്നത്, ഒരേ ഭാഷയുടെ ഏത് വേരിയേഷനാണോ സംസാരിക്കുന്നത്, അതിനെയാണ് ഡയലക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം ഡയലക്റ്റ്, തൃശ്ശൂർ ഡയലക്റ്റ് എന്ന് പറയുന്നത് പോലെയാണ് കെൻഡിഷ് ഡയലക്റ്റ്, വെസ്റ്റ് സാക്സൺ ഡയലക്റ്റ് ഒക്കെ വരുന്നത്. നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ലിംഗ്വിസ്റ്റിക് ഇൻഫ്ലുവൻസ് ഓൺ ഓൾഡ് ഇംഗ്ലീഷ്. കെൽറ്റിക് ഇൻഫ്ലുവൻസ് വരുന്നത് വെരി മിനിമൽ ഇമ്പാക്റ്റ് ഓൺ വെക്കാബുലറി, ലാർജ്ലി ഡ്യൂ ടു ദി സബ്ജുഗേഷൻ ഓഫ് ദി നേറ്റീവ് ബ്രിട്ടൺസ്. കെൽറ്റ്സ് ആണല്ലോ ആദ്യം അവിടെ ഉണ്ടായിരുന്നത്, ബ്രിട്ടനിലുണ്ടായിരുന്നത്. അവരുടെ ഇമ്പാക്റ്റ് വളരെ മിനിമലായി. കാരണം പിന്നീട് വന്നവരെല്ലാവരും അവരെ അടിച്ചമർത്തി അവരുടെ ഭാഷയ്ക്ക് വലിയൊരു സ്കോപ്പ് ഇല്ലാണ്ട് പോയി. അവർക്കുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പ്ലേസ് നെയിംസും ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും ഇപ്പോഴും നിലനിന്ന് വരുന്നുണ്ട്. വാലി എന്ന് പറയുന്ന കെൽറ്റിക് പദം, അതായത് കോംബ് എന്ന് പറയുന്ന വേർഡ്, വെൽഷിൽ ക്വംബ് എന്ന് പറയുന്നത്, ഡൻകോംബെ എന്ന് പറയുന്നത് വാലി, ഡൺ വാലി എന്ന് പറയുന്ന ഒരു വേർഡ്, അതിൻ്റെ COMBE എന്ന് പറയുന്ന വാലി എന്ന് പറയുന്ന വാക്ക് കെൽറ്റിക് ഭാഷയിൽ നിന്ന് വരുന്നതാണ്. ഇനി ടോർ എന്ന് പറയുന്ന റോക്ക് എന്ന് പറയുന്നത്, അപ്പോൾ ടോർക്വൈ എന്ന് പറയുന്ന ആ ഒരു വാക്ക് അത് ഒരു പ്ലേസ് നെയിമാണ്. ഈ പ്ലേസ് നെയിം വന്നിട്ടുള്ളത് കെൽറ്റിക് ഭാഷയിൽ നിന്നുമാണ്. ഓക്കെ. ഇനി ആവൻ റിവർ എന്ന് പറയുന്ന മീനിങ് സ്റ്റാഫോർഡ് അപ്പോൺ ആവൻ, സ്റ്റാഫോർഡിലുള്ള നദി എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് അവിടെ വരിക. ഇനി നെയിംസ് ലൈക്ക് തെയിംസ്, കെൻറ്റ്, ലണ്ടൻ, ഡോവർ ആർ ഓൾസോ ഓഫ് കെൽറ്റിക് ഒറിജിൻ. കെൽറ്റിക് ഒറിജിനിൽ നിന്നുമാണ് ലണ്ടൻ എന്ന വേർഡ്, തെയിംസ് എന്ന് പറയുന്ന നദി, കെൻറ്റ് എന്ന വേർഡ്, ഡോവർ എന്ന് പറയുന്ന വേർഡെല്ലാം കെൽറ്റിക് ഒറിജിനിൽ നിന്നുമാണ് വന്നത്. സോ അവിടെ ഓർക്കേണ്ട കാര്യം, കെൽറ്റ്സ് ആയിരുന്നു ബ്രിട്ടൻ്റെ നേറ്റീവ്സ്. ശരിക്കുമുള്ള ബ്രിട്ടനിൽ താമസിച്ചിരുന്ന ആൾക്കാർ കെൽറ്റുകളായിരുന്നു. ഇവരെ അവിടെ നിന്നും അടിച്ചമർത്തിയാണ് ഈ ജർമാനിക് ട്രൈബ് അവിടെ വന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഷയ്ക്ക് വലിയൊരു സ്വാധീനം പുലർത്താൻ, ഇന്നത്തെ മോഡേൺ ഇംഗ്ലീഷ് ഭാഷയിൽ വലിയൊരു സ്വാധീനം പുലർത്താൻ സാധിച്ചിട്ടില്ല. 1-2 കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് ഇപ്പോഴും നിലനിന്ന് വരുന്നുള്ളൂ. പ്ലേസിൻ്റെ നെയിം, കുറച്ച് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, കോംബ്, ടോർ, ആവൻ എന്ന് പറയുന്നത് ഓർത്ത് വയ്ക്കുക. പിന്നെ നെയിംസ് ആയിട്ടുള്ള തെയിംസ്, കെൻറ്റ്, ലണ്ടൻ ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്, അതൊന്ന് നോക്കി വെച്ചേക്കുക. ഇനി ലാറ്റിൻ ഇൻഫ്ലുവൻസ് നോക്കുകയാണെങ്കിൽ അതിന് 2 വേവായിട്ടാണ് പറയുന്നത്. ആദ്യത്തെ വേവ് എന്ന് പറയുന്നതിൽ words acquired through trade and contact with the Roman Empire before the Angles and Saxons migrated to Britain. So ബ്രിട്ടനിലോട്ട് ആംഗിൾസും സാക്സൺസും വന്ന് കുടിയേറി നമ്മളെ മീൻസ് ബ്രിട്ടൻസിനെ അടിച്ചമർത്തുന്നതിന് മുന്നേ ചെറിയൊരു വ്യാപാര ബന്ധം ഇവർ തമ്മിലുണ്ടായിരുന്നു. അങ്ങനെ ഇവർക്ക് കിട്ടിയ കുറച്ച് വാക്കുകളുണ്ട്. ആ വാക്കുകളെല്ലാം എവരുടെ ഒബ്ജക്ട്സിനെ പറ്റിയിട്ടും ഫുഡിനെ പറ്റിയിട്ടും ബിൽഡിങ്സിനെ പറ്റിയിട്ടും ആയിരുന്നു. ഉദാഹരണം, കുറച്ച് വേർഡ്സിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട്. വിൻ എന്ന് പറയുന്ന വൈൻ എന്ന വേർഡ്, സ്ട്രെയിറ്റ് അതായത് സ്ട്രീറ്റ്, വെയിൽ വാള്, ചീസ് അതിനെ സീസ് എന്ന് പറയുമായിരുന്നു, പൈറ്റ് പിറ്റ്, മിൻറ്റ് എന്ന് പറയുന്നതാണ്, മൈനറ്റ് എന്ന് പറയുന്നത് മിൻറ്റ് എന്നും കോയിൻ എന്നും പറയുമായിരുന്നു. സോ ഈ വാക്കുകളെല്ലാം ലാറ്റിനിൽ നിന്ന് കിട്ടിയതാണ്. നമ്മളിപ്പോൾ കോയിൻ എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡാണ്. ഇത് വന്നത് ഫസ്റ്റ് വേവ്, വ്യാപാര ബന്ധത്തിലൂടെയാണ്. ദെൻ വി ഹാവ് സെക്കൻഡ് വേവ്, ചർച്ച് ബോറോയിങ് എന്നും ഇതിനെ പറയുന്നുണ്ട്. വേർഡ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ദി ക്രിസ്ത്യനൈസേഷൻ ഓഫ് ഇംഗ്ലണ്ട് ബിഗൻ ഇൻ 597 AD റിലേറ്റഡ് ടു റിലീജിയൻ, ലേണിംഗ് ആൻഡ് ഡൊമസ്റ്റിക് ലൈഫ്. സെക്കൻഡ് വേവ് എന്ന് പറയുന്നതിൽ ഇംഗ്ലണ്ടിലോട്ട് ഇവർ വന്ന് ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ കുറച്ച് വേർഡ്സാണ്. ആബറ്റ്, ആൽറ്റർ അതായത് അൾത്താര എന്ന് പറയുന്നത്, മാസ് അതെല്ലാം പള്ളിയുമായിട്ട് ബന്ധമുള്ള വാക്കാണ്. സ്കോൾ
സ്കൂൾ എന്ന് പറയുന്നത്. മഗേസ്റ്റർ മാസ്റ്റർ എന്ന് പറയുന്ന വേർഡ്, പ്ലാന്റ് എന്ന് പറയുന്ന വേർഡ്, ഫെഫർ ഫീവർ. സോ ഇതെല്ലാം പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് സെക്കൻഡ് വേവിലൂടെ ഇവിടെ കിട്ടിയ കുറച്ച് വാക്കുകളാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ഇവിടെ എന്താ ഉണ്ടാവും? കെൽറ്റിക് പറഞ്ഞു, ലാറ്റിൻ പറഞ്ഞു. ഇനി ലാസ്റ്റ് ഉള്ളത് സ്കാൻഡിനേവിയൻ അഥവാ ഓൾഡ് നോസ് ഇൻഫ്ലുവൻസ്. ഇത് വരാനുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് വൈക്കിംഗ് ഇൻവേഷൻസ് ആൻഡ് സബ്സീക്വൻറ്റ് സെറ്റിൽമെൻറ്റ് ഫ്രം ദി ലേറ്റ് 18th century ഓൺവേർഡ്സ്. 8ാമത്തെ നൂറ്റാണ്ടായപ്പോഴത്തേക്കും നേരത്തെ ഉണ്ടായിരുന്ന ഈവൻ ലാറ്റിൻ ആൾക്കാരെ പോലും ഒന്ന് പിന്തള്ളിക്കൊണ്ട് വൈക്കിങ്സ് അവിടെ വരികയും അവർ പിടിച്ചടക്കുകയും ചെയ്തു. നോസ് ഓൾസോ ജർമാനിക് ലാംഗ്വേജ് വാസ് മ്യൂച്വലി ഇൻ്റലിജിബിൾ വിത്ത് ഓൾഡ് ഇംഗ്ലീഷ്. ഈ ഒരു സമയത്ത് ഓൾഡ് ഇംഗ്ലീഷിലോട്ട് നോസ് എന്ന് പറയുന്ന ജർമാനിക് ഒരു ഭാഷയാണ് നോർസ്, അതിവർ ഇൻജെക്റ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം വൊക്കാബുലറി വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ബോറോയിങ്സ് കടമെടുക്കൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിളിൽ വരുന്ന കുറച്ച് വാക്കുകളാണ്. കുറച്ച് അധികം വാക്കുകളും കിട്ടിയിട്ടുള്ളത് സ്കാൻഡിനേവിയൻ ബോറോയിങ്സിൽ നിന്നാണ്. ലോ എന്ന് പറയുന്ന വേർഡ്, ലഘു എന്ന് പറയുന്ന വേർഡ് വന്നിട്ട് ലോയായി മാറി. ഗ്രിപ്പ് എന്ന് പറയുന്നത് പീസ് ആയിട്ട് മാറി. ഹസ്ബൻഡ് എന്ന് പറയുന്ന വേർഡ് സ്കാൻഡിനേവിയൻ വേർഡായിരുന്നു. ഹസ്ബോൻഡ എന്ന് പറയുന്ന വേർഡിൽ നിന്നും വരുന്നു. സ്കൈ എന്ന് പറയുന്ന വേർഡ്, ഫിയോലഗ ഫെല്ലോ എന്ന് പറയുന്ന വേർഡ്. വെർബുകളായിട്ടുള്ള ടേക്ക്, കോള്, ഡ്രാഗ്, റേസ് ഇതെല്ലാം സ്കാൻഡിനേവിയനിൽ നിന്ന് ബോറോ ചെയ്ത വേർഡ്സാണ്. പ്രോനൗൺസ് ആയിട്ടുള്ള ദേ, ദം, ഡെയർ ഈ വാക്കുകളെല്ലാം ഓൾഡ് ഇംഗ്ലീഷിലോട്ട് വന്നത് ഇവരിൽ നിന്നുമാണ്. ഇനി ഫങ്ഷൻ വേർഡ്സ് ആയിട്ടുള്ള അറ്റ്, ടില്ല്, ഫ്രോ അതായത് ഇൻ, ടു, ഫ്രോ ഈ വാക്കുകളും പിന്നെ ബോത്ത് എന്ന് പറയുന്ന വേർഡെല്ലാം വരുന്നത് സ്കാൻഡിനേവിയൻസിൻ്റെ കയ്യിൽ നിന്നാണ്. സിസ്റ്റം ഓഫ് 2 ലാംഗ്വേജസ് ഡിഫേർഡ് ആൻഡ് ലൈക്ലി ബ്ലേർഡ് ഇൻ കോൺവെർസേഷൻ. സോ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും ഈ ഒരു നോർസ് ഭാഷയാണ് ഇംഗ്ലീഷ് ഗ്രാമറിനെ ഇത്രത്തോളം ഒന്ന് ഒതുക്കാക്കി കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഇൻഫ്ലക്ഷൻസ് ഒക്കെ മാറ്റിയിട്ട് സിമ്പിളായിട്ട് എങ്ങനെ ഈ ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റുമെന്നാക്കി കൊണ്ടുവന്നത് ഈ ഒരു ഇൻഫ്ലുവൻസ് കാരണമാണ്. സോ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. 1-2 തവണ കേട്ട് നമുക്ക് കൂടുതലൊന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കുക. ഈസിയാണ്, വളരെ കൃത്യമായിട്ട് ആൻസർ എഴുതി നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു പേപ്പറാണ്. കാരണം ലോയും കാര്യങ്ങളൊക്കെ അല്ലേ, അത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ആൻസർ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 0 കിട്ടാനും വളരെ ചാൻസ് ഉള്ളൊരു പേപ്പർ ഇവിടെയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. കുറച്ച് പരിമിതിയാണ്, നമുക്ക് എഴുതി കാണിച്ച് പഠിപ്പിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ലാത്തതിൻ്റെ കുറച്ചൊരു പരിമിതികളുണ്ട് എനിക്ക് പറഞ്ഞു തരാനായിട്ട്. എന്നാലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.